ഹലോ, പെട്ടെന്ന് തന്നെ മുഖം നല്ല നിറവും തിളക്കവും വരാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഫേഷ്യൽ ചെയ്യാം. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളെ ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം തൈരും 1 ടീസ്പൂണോളം കോഫി പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ കോഫിയും തൈരും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുഖം ജസ്റ്റ് ഒന്ന് കഴുകി തുടച്ച് ഈ ഒരു ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലേക്ക് 2 മിനിറ്റ് നല്ല രീതിക്കൊന്ന് മസാജ് ചെയ്യുക. 2 മിനിറ്റ് ഫേസിൻ്റെ എല്ലാ ഭാഗത്തും മസാജ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മളെ ക്ലെൻസിങ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പം തന്നെ നമ്മുടെ മുഖത്തുള്ള അഴുക്കെല്ലാം ഒന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കോഫിയും തൈരും നന്നായിട്ട് തന്നെ മിക്സായി കിട്ടണം. കോഫി പൗഡർ ഏതാ എടുക്കേണ്ടത് ചോദിക്കാറുണ്ട്. ബ്രൂ കോഫി ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏത് കോഫി പൗഡർ ആയാലും സാരമില്ല. അതിനുശേഷം നമ്മുടെ ഫേസിലേക്ക് ഇതേപോലെ ഒന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ 2 മിനിറ്റ് എന്ന് പറയുന്നത് 2 മിനിറ്റ് തന്നെ ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് വാരി തേച്ചിട്ട് കഴുകി കളഞ്ഞാലൊന്നും റിസൾട്ട് കിട്ടില്ല. ഇതുപോലെ ചെയ്യാനാണെങ്കിൽ 5 പൈസ ചിലവില്ലാണ്ട് ബ്യൂട്ടി പാർലറിലൊന്നും പോയി ഫേഷ്യൽ ചെയ്യേണ്ട. അപ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഫേസിലേക്ക് കുറേ നേരം വെക്കുകയൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒന്നിക്കണമെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കളയുക, അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് കഴുകിക്കളയുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്ലെൻസിങ് അത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കഴുകി തുടച്ചെടുത്താൽ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് കോഫിയും അതേപോലെ തന്നെ പഞ്ചസാരയുമാണ്. രണ്ടും ഓരോ ടീസ്പൂൺ എടുക്കുക. കോഫിയും പഞ്ചസാരയും ഓരോ ടീസ്പൂൺ എടുക്കുക. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം തേനുമാണ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് കേട്ടോ. നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് 2 മിനിറ്റ് തന്നെ നിങ്ങൾ ചെയ്യണം. ഇതിപ്പോൾ 3 സ്റ്റെപ്പിലുള്ള ഫേഷ്യലാണ്. ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ഈ 2 മിനിറ്റ് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടുമാണ് കഴുകി കളയേണ്ടത്. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലെൻസ് ചെയ്തതിന് ശേഷം മുഖം ഒന്ന് ആവി കൊള്ളിക്കുക. മുഖം പൊള്ളിപ്പോകാണ്ട് നോക്കുക. ഒന്നിക്കുണ്ടെങ്കിൽ കുറച്ച് നമ്മളെ സ്കിന്നിനെ താങ്ങാൻ പറ്റുന്ന ചൂടിൽ ഒരു ചൂടുവെള്ളത്തിൽ ഒരു കോട്ടൻ്റെ തുണി മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് ആവി കൊള്ളിക്കുക. അല്ലെങ്കിൽ നമ്മൾ ജലദോഷമെല്ലാം വന്നാൽ ആവി കൊള്ളൂലേ, അതുപോലെ ഒന്ന് മുഖം ഒന്ന് ആവി കൊള്ളിച്ചതിന് ശേഷം ഇതുപോലെ സ്ക്രബ് ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് എല്ലാം പോകാൻ വേണ്ടിയിട്ടും സഹായിക്കും ഈ സ്ക്രബിങ്ങിലൂടെ. അപ്പോൾ ഇതും 2 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ കഴുകിക്കളയുക, അല്ലെങ്കിൽ നല്ല നനഞ്ഞ തുണി കൊണ്ട് കുറച്ചൊന്ന് അമർത്തിയിട്ടൊന്ന് തുടച്ച് കളയുക. അപ്പോൾ നമ്മുടെ താടീൻ്റെ ഭാഗമോ മൂക്കിൻ്റെ ഭാഗത്തിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിലേക്ക് കിട്ടും. ഇനി നമ്മൾ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് തയ്യാറാക്കലാണ്. അതിന് നമ്മൾ കോഫിയാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞളാണ് ഏറ്റവും നല്ലത്. അതും 1 ടീസ്പൂൺ തന്നെ എടുക്കുക. കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഒരിക്കലും പാക്കറ്റിലുള്ള പൊടി യൂസ് ചെയ്യരുത് കേട്ടോ. അതായത് കറികളിൽ കമ്പനി പാക്കറ്റ് പൊടി ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം തൈരാണ് കേട്ടോ. നല്ല കട്ട തൈര് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് മെയിനായിട്ട് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ 1 ടീസ്പൂണ് തേനും കൂടിയും വേണം കേട്ടോ. തേന് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ അടുത്ത് അധിക പേരുടെ അടുത്ത് തേൻ ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഫേസ് പാക്കുകളിലെല്ലാം തേന് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ മുഖം മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ തേൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് പാക്കും കൂടി ഇട്ടതിന് ശേഷം മുഖം കഴുകുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ റിസൾട്ട് കണ്ടാൽ തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു ഫേഷ്യലായിരിക്കും ഇത്. നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വലിയ വില കൊടുത്ത് ഫേഷ്യലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു അടിപൊളി ഫേഷ്യൽ റിസൾട്ടാണ് ഇതിനെ കൊണ്ട് കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്ത് നിങ്ങളിത് മുഖത്തേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിൽ വെക്കണം. നേരത്തെയെല്ലാം നമ്മൾ സ്ക്രബ് ആയാലും ക്ലെൻസിങ് ആയാലും 2 മിനിറ്റ് മസാജ് ചെയ്ത് നമ്മൾ ആ
ടൈമിൽ തന്നെ കഴുകി കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ്സ് എങ്കിലും നിങ്ങളിത് ഫേസിൽ വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളയാന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം ഇത് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. അതുപോലെ നിങ്ങളൊന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക എന്നാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഞാനിങ്ങനെ ഉടായ്പകൾ വീഡിയോ ഇട്ട് ഇതാക്കുന്ന ഒരാളല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് ഓരോരോ റിസൾട്ട് ഉണ്ടാകുക. ചിലപ്പം ചിലരുടെ സ്കിന്നിന് ഇത് സൂട്ടായില്ല എന്ന് വരും. പക്ഷേ എന്ന് കരുതി എല്ലാവർക്കും ഇത് റിസൾട്ട് കിട്ടില്ല എന്ന് ഇല്ല കേട്ടോ. എൻ്റെ സ്കിന്നിൽ ഇത് നല്ല റിസൾട്ടാണ് തന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവരായാലും കിട്ടിയവരായാലും നിങ്ങളുടെ സ്കിൻ ടൈപ്പും കൂടി മെൻഷൻ ചെയ്യാനാണെങ്കിൽ ഇത് ബാക്കിയുള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇനി വന്ന് കാണുന്നവർക്ക് അവരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ട്രൈ ചെയ്താൽ മതിയല്ലോ. ഡ്രൈ സ്കിൻ ഉണ്ട്, നോർമൽ സ്കിൻ ഉണ്ട്, സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്, അങ്ങനെ ഓരോ സ്കിൻ ടൈപ്പുകാരുണ്ട്. ഓരോ സ്കിൻ ടൈപ്പുകാർക്കും ഓരോന്നും പലതരത്തിലുള്ള റിസൾട്ടാണ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മെൻഷൻ ചെയ്ത് കിട്ടിയവർ കിട്ടിയെന്നും കിട്ടാത്തവർ കിട്ടിയില്ല എന്നും കമൻറ്റ് ചെയ്യാനാണെങ്കിൽ അത്തരം സ്കിൻ ടൈപ്പുകാർക്ക് ട്രൈ ചെയ്യുന്നവർക്ക് ചെയ്യാം, ചെയ്യാതിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.